ഇതൊരു ഇനിഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ വളരെയധികം നല്ലൊരു കാര്യമായിരുന്നു. റൈറ്റേഴ്സ് യൂണിയൻ ഫെഫ്ക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും പ്രശ്നപരിഹാരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ സോർട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഈ പറയുന്ന പോലെ കുറച്ചുകൂടെ ക്രിയേറ്റീവിലും അല്ലാതെയൊക്കെ എന്താ പറയുക അപ്സ്കിൽ ചെയ്യാനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് പുതിയ ആൾക്കാർക്ക് മാത്രമല്ല നമ്മുടെ ഇടയിലുള്ള ആൾക്കാർക്കും ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഒരു അപ്സ്കില്ലിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് കൂടുതൽ സംഘടിപ്പിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യം. കാരണം സിനിമ എന്നുള്ള ഒരു മാധ്യമത്തിലേക്ക് ഞാൻ വന്നപ്പോൾ ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസിനെ കുറിച്ച് അത്ര വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്ന ഒരാളല്ല ഞാൻ. സിനിമയിൽ വന്നു കഴിഞ്ഞിട്ടാണ് സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയാൻ മനസ്സിലാക്കാൻ. അതുവരെ ഞാൻ എൻ്റെ മനസ്സിലുള്ള സിനിമയാണ് ഞാൻ പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ മനസ്സിലുള്ള കഥ പറച്ചിൽ രീതിയിലേക്കാണ് ഞാൻ ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 1-2 സിനിമ കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസും ഏറ്റവും എൻ്റെ കരിയറിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ലേണിംഗ് എന്ന് പറയുന്നത് സ്ക്രീൻ റൈറ്റിംഗിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതാണ് എൻ്റെ ജീവിതത്തിൽ, ഒരു സിനിമാ ജീവിതത്തിൽ ഡയറക്ടർ എന്നുള്ള രീതിയിലും ആക്ടർ എന്നുള്ള രീതിയിലും ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് സ്ക്രീൻ റൈറ്റിംഗ് പഠിക്കാൻ ഞാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് വളരെയധികം ആധികാരികമായിട്ടുള്ള ബുക്കുകളും ഓൺലൈനായിട്ടുള്ള മേഖലകളിലും സോഴ്സസിലൂടെയൊക്കെ തന്നെ പഠിക്കാൻ പല രീതിയിൽ എന്നെ കൊണ്ടാകുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പല രീതിയിലും എൻ്റെ കരിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സിനിമ എന്നുള്ളൊരു മാധ്യമത്തിൻ്റെ ബാക്ക് ബോൺ തീർച്ചയായിട്ടും സ്ക്രീൻ പ്ലേ തന്നെയാണ്, അതിലൊരു സംശയമില്ല. അപ്പോൾ സ്ക്രീൻ പ്ലേ പരമായിട്ട് ഒരു ടെക്നിക്കൽ ഒരു അപ്സ്കില്ലിംഗ് ഇങ്ങനത്തെ ഒരു സദസ്സിൽ ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ തന്നെ സംഘടിപ്പിച്ച് നടത്തപ്പെടുന്നു. അതിന് ആസ്പയറിംഗ് ആയിട്ട് കുറേ ആൾക്കാർ ഇവിടെ വന്ന് കൂടി വളരെ പാഷനേറ്റായിട്ട് ജോലിയിൽ നിന്നും ഒക്കെ ലീവ് എടുത്തും അല്ലാതെയും ഒക്കെ വന്ന് ഇവിടെ വന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു വലിയ ഉപകാരപ്രദമായി മാറി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാനും ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിലൊരു ലേണർ എന്നുള്ള രീതിയിൽ ഇവിടെ തന്നെ വന്നിരുന്നേനെ. അവസരം കിട്ടാത്തതുകൊണ്ടല്ല, സമയത്തിൻ്റെ സാഹചര്യങ്ങളിൽ കിട്ടാത്തതുകൊണ്ടാണ്. പക്ഷേ അടുത്ത തവണയോ ഇനി ഇതുപോലുള്ള മറ്റ് ഇനിഷ്യേറ്റീവ്സ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു തവണയെങ്കിലും ഇതിൽ ഒരു ഭാഗമാവാൻ ഞാനും ആസ് എ ലേണർ ശ്രമിക്കുന്നതാണ്. ഒരിക്കൽ കൂടി ഇങ്ങനൊരു ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് എന്നെ ഒരു അതിഥിയായിട്ട് ഇവിടെ വിളിച്ചത് റൈറ്റേഴ്സ് യൂണിയനോടുള്ള നന്ദി അറിയിക്കുന്നു. ഒരു ഡെന്നിസ് ജോസഫ് സാറിൻ്റെ ഓർമ്മ, അദ്ദേഹത്തിനോടുള്ള ഒരു ഹോമേജ് കൂടെയാണ്. അദ്ദേഹത്തെ പോലെയുള്ള വളരെ വേഴ്സറ്റൈലായിട്ടുള്ള ഒരു റൈറ്റർ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. മനുമങ്കളൊക്കെ എൻ്റെ ചൈൽഡ്ഹുഡിലെ ഏറ്റവും ഫേവറേറ്റ് സിനിമകളിലൊന്നാണ്. ഇപ്പോഴും ഞാൻ എടുത്തിരുന്ന് കാണുന്ന സിനിമകളിലൊന്നാണ്. അപ്പോൾ അതേസമയം ആകാശദൂത് പോലത്തെ സിനിമ എഴുതുന്നു, അതേസമയം രാജാവിൻ്റെ മകൻ പോലത്തെ സിനിമകൾ എഴുതുന്നു, ന്യൂഡൽഹി പോലത്തെ സിനിമകൾ എഴുതുന്നു. എല്ലാ തരത്തിലുള്ള അത്രയും ഇമോഷൻസും ജോണേഴ്സും സ്വിച്ച് ചെയ്യാൻ മാത്രം കെൽപ്പുള്ള വേഴ്സ്റ്റൈലായിട്ടുള്ള ഒരു റൈറ്റർ. അദ്ദേഹം അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വലിയ മഹാരഥന്മാരായിട്ടുള്ള ഡയറക്ടേഴ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ കൂടി ഇവിടെ പങ്കിടുന്നു എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.